കൊല്ലം തേവലക്കരയിൽ സ്കൂളിന് സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീട് ഒരുങ്ങുകയാണ്. തേവലക്കരയിൽ ആ വീടിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നു. അദ്ദേഹം സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. ഗവൺമെന്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അതൊരു ശരിയായ രീതിയല്ല. മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3-3.5 മാസക്കാലം കൊണ്ട് ഈ ഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയും. സ്കൂളിനെ കൊണ്ട് സ്ഥിര വരുമാനം കിട്ടുന്ന രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിലുള്ള നിർദ്ദേശവും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് അവർ തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ ഈ തറക്കല്ലിടുകയാണ്. മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുകയാണ്. അതിന്റെ ശിലാസ്ഥാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചത്. വളരെ വേഗം തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു ഈ അപകടമുണ്ടായത്. സ്കൂളിന് തൊട്ടടുത്ത് നിർമ്മിച്ച ഷെഡിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണമടയുകയായിരുന്നു മിഥുൻ. സ്കൂളിൽ വെച്ചായിരുന്നു ആ അപകടമുണ്ടായത്. തുടർന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടിയെടുത്തിരുന്നു. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ മാനേജ്മെന്റിനെ പൂർണ്ണമായും പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ ആ കുടുംബത്തിന് വീട് നൽകുന്ന ഇതിലേക്ക് കടന്നിരിക്കുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം. മിഥുന്റെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരനൊക്കെ ഈ ചടങ്ങിനുണ്ട്. ശിലാസ്ഥാപന കർമ്മം നടക്കുകയാണ്. ശിലാസ്ഥാപനം കർമ്മം നിർവഹിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങുകയാണ്. തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുന്നതിലേക്ക് കടന്നിരിക്കുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടക്കുന്നത്. അതിന്റെ ശിലാസ്ഥാപനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുന്നത്. മിഥുന്റെ മാതാപിതാക്കളും സഹോദരനും ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങളുമായി. അരുൺ, അങ്ങനെ മിഥുന്റെ കുടുംബത്തിനൊരു വീട് ഒരുങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ. തീർച്ചയായും സംസ്ഥാന സർക്കാർ കരുതൽ ആ തുടക്കത്തിൽ തൊട്ട് തന്നെ വലിയ ഒരു കരുതലാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. മിഥുന്റെ മരണം, അതിന് പിന്നാലെ ഈ കാര്യത്തിൽ മിഥുന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, മിഥുന്റെ വീട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു സുരക്ഷിതമായ ഒരു ഭവനം എന്നുള്ളത്. ആ ഭവനത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ തറക്കല്ലിട്ടിരിക്കുന്നത്. ഈ ഭവനം എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ആ വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിന് കാലതാമസം ഉണ്ടാകില്ല എന്ന 2 തവണ ഈ വീട്ടിൽ സന്ദർശിച്ച ശേഷം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി ശിലാസ്ഥാപനം അടക്കം നടത്തി ഇപ്പോൾ തറക്കല്ലടിയിൽ നടത്തി ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഇക്കാര്യത്തിൽ തുടക്കത്തിൽ വലിയ ആക്ഷേപം സർക്കാരിനടക്കം കേൾക്കേണ്ടി വന്നതാണ്. കാരണം CPM-ന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഇത്തരം ഒരു വീഴ്ചയുണ്ടായത് വലിയ അനാസ്ഥയെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അത്തരം വാദങ്ങളും ഇത്തരം വലിയ വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു മെല്ലെപ്പൊക്കുഞ്ഞി ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്താണ് ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ള വലിയ നിര തന്നെ ഇക്കാര്യത്തിലുണ്ട്. ഓരോ ഘട്ടത്തിലും ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിലയിരുത്തും എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അലിജ, മിഥുന് വേണ്ടിയൊരു വീട് അത് നിർമ്മിച്ച് നൽകുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒപ്പം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും നേതൃത്വത്തിലാണ് വീടിന്റെ നിർമ്മാണം. വളരെ വേഗം തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് തറക്കല്ലിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.